ഈ നെഹ്റു ട്രോഫി 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അപ്രതീക്ഷിതമല്ല അവർ കാത്തിരുന്നൊരു വിജയം കേരളത്തിലെ ജലോത്സവ പ്രേമികൾ കണ്ടു, വിയ്യപുരംകാർ കണ്ടു, കൈനേരി വില്ലേജ് ബോട്ട് ക്ലബ്ബുകാരും ലോകത്തുള്ള മുഴുവൻ ജലോത്സവ പ്രേമികളും കണ്ടു. ആ സന്തോഷം കൂടി നമുക്ക് ഇപ്പോൾ പങ്കുവെക്കേണ്ടതുണ്ട്. നമ്മുടെ ടീമെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ വളരെ വൈകിയാണ് അവിടുന്ന് പോരാൻ പറ്റിയത്. ഇക്കുറിയും അങ്ങനെ തന്നെയാണ്. സമ്മാനദാനത്തിൻ്റെ തലങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കുട്ടനാട് ബൈജു ഉണ്ട്, അതുപോലെ തന്നെ ജിഫി ഫിലിപ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. വള്ളംകളിയുടെ അതികായകന്മാർ പിറന്നു വീണ മണ്ണിൽ അതിശക്തമായ മത്സരങ്ങളിലൂടെ തന്നെ കാണികൾക്കാകട്ടെ ഈ ഓണക്കാലത്ത് നൽകിയ ഏറ്റവും വിശിഷ്ടമായ ഒരു ഓണസദ്യ ഇന്ന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റി. അതായിരുന്നു ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൻ്റെ ഫൈനൽ മത്സരം. അത് ലൂസൺ ഫൈനലും മോശമല്ലായിരുന്നു. അതിശക്തമായ ഒരു മത്സരങ്ങൾ തന്നെ കാഴ്ചവെച്ചു. എന്തായാലും ഓണാശംസകൾക്ക് ഓണത്തിന് തൊട്ട് മുമ്പേ ഇനി നമ്മൾക്ക് പോകാനുള്ളത് 1-ാം തീയതിയിൽ നടക്കുന്ന മഹാത്മാ ട്രോഫിയിലും 3-ാം തീയതി നടക്കുന്ന നമ്മുടെ അപ്പർ കുട്ടനാട് ജലോത്സവത്തിലും തുടർന്നുള്ള ജലോത്സവങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ആറന്മുള ജലോത്സവം 9-ാം തീയതി നടക്കുന്നു. അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ വള്ളംകളിയുടെ നെഹ്റു ട്രോഫി മാറ്റിവെച്ചെങ്കിലും അതും നല്ലതായിരുന്നു എന്നിപ്പോൾ തോന്നുന്നുണ്ട്. തീർച്ചയായും ആഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണ് നടക്കുന്നതെങ്കിൽ ഇന്ന് നടത്തിയെങ്കിലും തെറ്റില്ല. നല്ല സമയങ്ങളും സന്ദർഭങ്ങളും ഒത്തുകൊണ്ട് ഈ വർഷത്തെ നെഹ്റു ട്രോഫി അവസാനിക്കുകയാണ്. സാറ് പറഞ്ഞത് ഞാൻ 100% യോജിക്കുന്നു. ഇന്നലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ ഇതേ സമയത്ത് പുന്നമടക്കായലിൽ നിൽപ്പുണ്ട്. ഇന്നലെ പുന്നമടയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് ഉച്ചയ്ക്ക് ഹീറ്റ്സ് വിട്ടപ്പം മുതൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പ്രകൃതി പോലും വിയപുരത്തിന്റെയും വില്ലേജിന്റെയും ആ വിജയം ആഗ്രഹിച്ചിരുന്നു എന്നല്ലേ ഇതിന് പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും കഠിന ചൂടില്ലാതെ പ്രകൃതി അനുഗ്രഹിച്ചു നിൽക്കുന്ന സമയം. അതാണ് നമ്മൾ പറഞ്ഞത്. കുഞ്ഞോളങ്ങളെ പോലും കഴുത്തരിഞ്ഞ് തള്ളിക്കൊണ്ട് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷ വാർത്തയുണ്ട്. വാക്കുകളുടെ പെരുമഴയല്ല, ഈ കൂട്ടായ്മയുടെ ഈ സന്ദേശം പറയുന്ന ഈ പുന്നമടക്കായലിൽ എത്രയോ കാലങ്ങളുടെ ചരിത്രങ്ങൾ, 70 വർഷങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഒരു പിടി അവലിന് വേണ്ടി തുഴഞ്ഞു പോയിട്ടുള്ള ചരിത്രം നമ്മുടെ കുട്ടനാടിൻ്റെ ചരിത്രമാണ്. സമ്പത്തുള്ളൊരു കാലമല്ല, സമ്പത്തില്ലായിരുന്നൊരു കാലത്താണ് പണ്ഡിറ്റ്ജി ഇവിടെ വന്നത്. കുട്ടനാടിൻ്റെ സമഗ്രമായ നെൽകൃഷിയെക്കുറിച്ച് നേരിട്ട് കണ്ട് പഠിക്കുന്നതിന് വേണ്ടി അന്ന് തുടങ്ങി അവർ നേടിയിരിക്കുന്നു. ചരിത്രപരമായ ഒരു നേട്ടത്തിലേക്കാണ് വിയപുരം കടന്നത്. നമുക്കായി വിവരങ്ങൾ നൽകിയത് കൃത്യമായി മത്സരത്തിന്റെ ഓളവും പരപ്പും എല്ലാം അളന്ന് കൃത്യമായി വിവരങ്ങൾ നൽകിയത് ന്യൂസ് മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വിവരങ്ങൾ നൽകിയത് ഷാജി ചേരമലും വിഷ്ണു കാരിച്ചാലുമായിരുന്നു. വിശദമായി കൃത്യമായി വളരെ വൃത്തിയോടെ അത്യാവേശത്തോടെയായിരുന്നു അവർ വിവരങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നന്ദി. ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇരുവരും.